നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമാകുന്നു. 3-ാമത്തെ അധ്യായത്തിന് കർമ്മയോഗ അധ്യായമെന്നാണ് പറയുന്നത്. സാഖ്യയോഗത്തെക്കുറിച്ചുള്ള അധ്യായം 2-ാമത്തെ അധ്യായം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി കർമ്മയോഗാധ്യായമാണ്. ഇവിടെ അർജുനൻ്റെ സന്ദേഹങ്ങൾക്ക് പൂർണ്ണമായും ഭഗവാൻ അർജുനന് നൽകിയ ഉപദേശത്തിൽ ഇപ്പോഴും അർജുനൻ അർദ്ധമനസ്കനാണ്. അദ്ദേഹത്തിന് പൂർണ്ണത കൈവന്നില്ല. ഇവിടെ ഭഗവാൻ കർമ്മമാർഗത്തെയും ജ്ഞാനമാർഗത്തെയും കുറിച്ചുള്ള അറിവുകളെല്ലാം അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അർജുനൻ ഇതിൽ ഏത് മാർഗമാണ് തനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്, അത് തനിക്ക് ഉപദേശിച്ച് തരണമെന്നാണ് ഈ കർമ്മയോഗ അധ്യായത്തിലൂടെ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നതും തിരിച്ച് ഭഗവാൻ അർജുനന് ഉപദേശരൂപേണ നൽകുന്നതും. ഇതെല്ലാമാണ് കർമ്മയോഗത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അർജുനഃ ഉവാച ജായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിലെ പദച്ഛേദം ശ്രദ്ധിക്കുക. ജായസി ചേത് കർമ്മണഃ തേ മദ ബുദ്ധി ജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അർജുനഃ ഉവാച ഹേ ജനാർദ്ദന കർമ്മണി ബുദ്ധി ജായസി തേ മദ ചേത് കേശവ തത് ഘോരേ കർമ്മണി കിം മാം നിയോജയസി. ഇനി ഈ പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അർജുനൻ ഇപ്രകാരം ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു: അല്ലയോ ജനാർദ്ദന, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമായത് ജ്ഞാനമാണെന്ന് അങ്ങ് പറയുകയാണെങ്കിൽ, അങ്ങയുടെ അഭിപ്രായം അപ്രകാരമാണെങ്കിൽ എന്തിനാണ് ഗുരുക്കന്മാരോടും പിതാമഹന്മാരോടും ബന്ധുക്കളോടുമുള്ള ഈ ഘോരമായ യുദ്ധകർമ്മത്തിന് എന്നെ ഭവാൻ നിയോഗിക്കുന്നത്? ഇതാണ് ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.